അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വഖഫ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഓർഡർ വരികയുണ്ടായി. ആ ഹൈക്കോടതി ഓർഡറിനെതിരെ സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ആ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡർ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് സത്യവിശ്വാസികളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഒരു ഓർഡറാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ പത്രം ഒന്ന് വായിക്കാം. സഹോദരങ്ങളെ, ഇതാണ് ഇന്നത്തെ മാധ്യമം ദിനപത്രം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 22 വെനസ്ഡേ ജൂലൈ 2026. സത്യവിശ്വാസികളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. അതിതാണ്: കേരള വഖഫ് ബോർഡിന് തിരിച്ചടി, സ്റ്റേ റദ്ദാക്കാതെ സുപ്രീം കോടതി. കേരള വഖഫ് ബോർഡിന് തിരിച്ചടിയായ ഉത്തരവിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ സ്റ്റേ നീക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ഇടത് സർക്കാർ വഖഫ് ബോർഡിലേക്ക് നിയമിച്ച സർക്കാർ പ്രതിനിധിയായ റഹനയെ മാറ്റി ജോയിന്റ് സെക്രട്ടറിയെ നിയമിക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിലും ഇടപെടാതിരുന്ന സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം കേസിലുണ്ടെന്നും അതിനാൽ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം ആവശ്യമില്ലെന്നും വ്യക്തമാക്കി. അമുസ്ലിം അംഗങ്ങൾ എതിർപ്പില്ലെന്ന് വഖഫ് ബോർഡും സർക്കാരും. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ വയ്ക്കേണ്ടി വരുമെന്ന മുഖ്യമന്ത്രി. കേന്ദ്ര നിയമം നടപ്പാക്കിയേ കഴിയൂ എന്ന് വിശദീകരണം. കഴിഞ്ഞ സർക്കാർ ഉത്തരവിലും ഇതുണ്ടെന്ന് വിശദീകരണം. പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്താൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. അപ്പോൾ വഖഫ് ബോർഡിലേക്ക് അമുസ്ലിങ്ങളെ ചേർക്കുന്നതും സർക്കാരിനും വഖഫ് ബോർഡും അംഗീകാരമുണ്ട്. കണ്ടല്ലോ, ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഒരു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും അല്ല, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് അവരുടെ ഈമാൻ വർദ്ധിച്ചു? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ആ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് അള്ളാഹു നിറവേറ്റിയിരിക്കുന്നു. അത് നമുക്ക് സൂറ ആൽ ഇംറാൻ 194-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർച്ചയായും വാഗ്ദാനം ലംഘിക്കുകയില്ല. അപ്പൊ അള്ളാഹു നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ആ വാഗ്ദാനം ഇവിടെ ഈ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റിൽ കൂടെ നിറവേറിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ വിഷയത്തിൽ. എന്താണ് അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനം? അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന വാഗ്ദാനം, നിങ്ങളുടെ തലക്ക് മുകളിൽ കൂടിയും കാലിനടിയിൽ കൂടിയും നിങ്ങളെ ശത്രുക്കളെ കൊണ്ട് ഞാൻ പീഡനം അനുഭവിപ്പിക്കും എന്നൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. എന്തിനാണ് ഈ വാഗ്ദാനം തന്നിരിക്കുന്നത്? നമ്മൾ ഭിന്നകക്ഷികളായി വിഭജിച്ച് പരസ്പരം പോരടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇത്തരത്തിൽ ചെയ്യും എന്ന് 1400 വർഷം മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. ആ ഖുർആൻ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് സൂറ അൻആം 6-ാമത്തെ സൂറത്തിലെ 65-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, നിങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്നോ നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഭിന്നകക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരുടെ പീഡനം അനുഭവിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനത്രേ അവൻ. നോക്കൂ, അവർ ഗ്രഹിക്കുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്. കണ്ടല്ലോ, ഇവിടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്താണ്? നമ്മുടെ ശത്രുക്കളെ നമുക്ക് മേലെ കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ പീഡനം അനുഭവിപ്പിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ശത്രുക്കളായിട്ട് BJPയെയും RSSനെയും മോദിയെയും യോഗിയെയും അമിത്ഷായും അള്ളാഹു കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ വാഗ്ദത്തം നിറവേറ്റി. അതാണ് പറയുന്നത്, ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അള്ളാഹുവിന്റെ വാഗ്ദത്തം തീർച്ചയായും നിറവേറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തരം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ പ്രവൃത്തി എന്തുകൊണ്ടാണ് നമുക്ക് ശിക്ഷ വന്നിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഭിന്നകക്ഷികളായി പോരടിച്ചു. നമ്മൾ ഭിന്നകക്ഷികളായി പോരടിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ കൂടെ അത് മുസ്ലിങ്ങളെ ചെവിട്ടിലേക്ക് ഇട്ടുകൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൽപ്പന തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മിമ്പറിൽ നിന്നും, അത് AP ആവട്ടെ, EK ആകട്ടെ, മുജാഹിദ് ആകട്ടെ, സുന്നി ആകട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, ആരുടെയൊക്കെ മെമ്പറുകൾ വെള്ളിയാഴ്ചകൾ കുത്തുബ നടക്കുന്നു, ആ മെമ്പറിൽ നിന്നും കുത്തുബ ഹാജ, അതായത് മെയിൻ കുത്തുബ തുടങ്ങുന്നതിന് മുൻപുള്ള ആ വചനങ്ങളിൽ ഈ വചനം, വഹ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങൾ എല്ലാവരും കൂടി
കൂടി അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാൻ നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ആജ്ഞ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ വളരെ സങ്കടകരമായ കാര്യം എന്തെന്നാൽ ഈ ആജ്ഞ നമുക്ക് പറഞ്ഞു തരുന്ന വ്യക്തി, മെമ്പറിൽ കയറുതെന്ന് പറഞ്ഞു തരുന്ന വ്യക്തി ഇദ്ദേഹം ഭിന്നിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയുള്ള ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ഭിന്നിക്കപ്പെട്ടിട്ടുള്ള സംഘടന നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭിന്നിച്ചു, പരസ്പരം പോരടിച്ചു. ആ പോരടിച്ചതിന്റെ കെയർ ഓഫിൽ അള്ളാഹു നമ്മളെ ശക്തി ക്ഷയിപ്പിച്ചു. എങ്ങനെ ശക്തി ക്ഷയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റുപോയ ഒരു കാറിനെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? മെർസിഡീസ് ആവട്ടെ, റോൾസ് റോയ്സ് ആവട്ടെ, റേഞ്ച് റോവർ ആവട്ടെ, എത്ര വലിയ വില കൂടിയ ബ്രാൻഡ് ന്യൂ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് അതിലെ കാറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. ആ അവസ്ഥയാണ് ഇന്ന് മുസ്ലിങ്ങളുടെ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാകും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ അൻഫാൽ 8-ാമത്തെ സൂറത്തിലെ 46-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതസ്ഹബ റീഹുകും ഫസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങൾ അന്യോന്യം കലഹിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും, നിങ്ങളുടെ കാറ്റുപോകും. നിങ്ങൾ ക്ഷമിക്കൂ, അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ്. യും നിങ്ങളുടെ കാറ്റുപോകും. ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? കാറ്റുപോയ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് വഖഫ് ബോർഡിലേക്ക് ഞങ്ങൾ 2 മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു, വെൽക്കം. ദേവസ്വം ബോർഡിൽ നിന്ന് ഞങ്ങൾ 2 പേരെ കൊണ്ടുവരുന്നു, വെൽക്കം. ക്രിസ്ത്യാനികളിൽ നിന്ന് ഞങ്ങൾ 2 പേരെ കൊണ്ടുവരുന്നു, വെൽക്കം. എല്ലാം വെൽക്കമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് നഷ്ടമില്ലാതെ പോകാൻ കാരണം കാറ്റുപോയ അവസ്ഥയിലാണ്. ഈ കാറ്റുപോയ അവസ്ഥ ആവാൻ കാരണന്മാരാണ് അത് മുസ്ലിങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ആവാൻ കാരണം? അവർ പരസ്പരം പോരടിച്ചു. ഇന്ന് മുജാഹിദ്, AP, EK, സുന്നി, ജമാഅത്തെ തബ്ലീഗ് എന്ന് പറഞ്ഞ് ഒരുപാട് സംഘടനകളായിട്ട് ഈ സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയുന്ന ഈ അവസ്ഥയിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിരിക്കുകയാണത്. ഈ സുപ്രീം കോടതി ഓർഡർ കണ്ട് നമുക്കൊക്കെ വളരെയധികം പ്രയാസവും വിഷമവും ദുഃഖവും ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് ഈ വഖഫ് ബോർഡും അതേപോലെ തന്നെ സർക്കാരും 2 അമുസ്ലിങ്ങളെ കൊണ്ടുവരുന്നതിനെ വെൽക്കം ചെയ്തിരിക്കുകയാണ്, വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഇത്തരത്തിൽ പറ്റില്ല. എന്തുകൊണ്ട്? ദേവസ്വം ബോർഡിലും അതിന് ക്രിസ്ത്യാനികളുടെ സംഘടനയിലും അന്യമതസ്ഥരില്ല, അതുകൊണ്ട് നമുക്ക് പറ്റൂല എന്ന് ഈ CJPക്കാർ ഡൽഹിയിൽ നടത്തിയിട്ട് ഒരു പ്രക്ഷോഭം പോലെ നമുക്ക് മൊത്തത്തിൽ ലോകം മുഴുവൻ പ്രക്ഷോഭം നടത്താൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. തീർച്ചയായിട്ടും കഴിയും. പക്ഷെ ഇന്നത്തെ ചുറ്റുപാടിൽ കാറ്റുപോയ മുസ്ലിങ്ങളാണ് അവരെ കൊണ്ടൊന്നും പറ്റൂല. എന്നാൽ അവർ ഭിന്നിക്കാതിരുന്നിരുന്നെങ്കിൽ, അവരെല്ലാവരും കൂടി റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള 2 പേരെ നിയമിക്കുന്ന പരിപാടി അതോടുകൂടി അവസാനിക്കും. മനസ്സിലായിട്ടുണ്ടോ? അതിന് നമുക്ക് കരുത്തില്ലാതെ പോയി. ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് യൗമുൽ ഖിയാമത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു വിഷയം കൂടി നിങ്ങളോട് പറയാം. ഇവിടെ ഈ ഉമ്മീദ് എന്ന് പറഞ്ഞു വരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇത് വെറും പ്രഹസനമാണ്. കാരണം ഈ സതീശൻ ഒരു പ്രാവശ്യം പറയുകയുണ്ടായിരുന്നു, പോയ സർക്കാർ അവർ ഉമ്മീദിലേക്ക് വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി, പ്രത്യേകിച്ച് മുനമ്പത്തെ അതിലേക്ക് ഏർപ്പാട് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 8ന്റെ പണി തന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സതീശൻ. വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു ചീപ്പായിട്ടുള്ള ഒരു സംസാരമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനും അപ്രതാപത്തിന് അത് ചേരുന്ന വർത്തമാനമല്ല. കാരണം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, ഉമ്മീദിനകത്ത് ആരൊക്കെ എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാലും അതൊക്കെ വളരെ കൂളായിട്ട് എടുത്ത് ദൂരെ കളയാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റിനും സാധിക്കും, കേന്ദ്ര ഗവൺമെന്റിനും സാധിക്കും. ഇതൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി രത്തൻ യു കേൽക്കർ എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരനെ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയി വെച്ചതിന്റെ പിന്നിൽ ഒരു നെക്സസ് ഉണ്ട്. നമ്മളെ PV അൻവർ പറഞ്ഞിട്ടുള്ള നെക്സസ്. ആ നെക്സസ് എന്തെന്നാൽ, മുഖ്യമന്ത്രിയും രത്തൻ യു കേൽക്കറും പിന്നെ കേന്ദ്രമന്ത്രി റിജുവും തമ്മിൽ ഒരു നെക്സസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ സെക്രട്ടറിക്ക് കഴിയും. സതീശൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള രത്തൻ യു കേൽക്കർ എന്ന് പറഞ്ഞ സെക്രട്ടറിക്ക് കഴിയും. അദ്ദേഹം അവിടെ പോകുന്നു, കേന്ദ്രമന്ത്രി റിജുവിനെ കാണുന്നു. എന്നിട്ട് നമ്മുടെ കേരളത്തിലുള്ള വഖഫ് ബോർഡിൽ നിന്ന് ഇന്ന പ്രോപ്പർട്ടികളൊക്കെ എടുത്ത് മാറ്റിക്കളയൂ എന്ന് പറയുമ്പോൾ അത് റിജുവിനെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്രമന്ത്രി റിജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് അത് എടുത്തു കളയാൻ കഴിയും. മുനമ്പത്തിന്റെയും ഉമ്മയിൽ നിന്ന് എടുത്തു കളയാൻ അദ്ദേഹത്തിന് കഴിയും. ഇത് വെറുതെ പറയുകയല്ല, ഞാൻ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ കാണിക്കാം, കണ്ടു നോക്കൂ. സംസ്ഥാന വ്യാപകമായി നടത്തിയ വിപുലമായ പരിശോധനയെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ കേന്ദ്ര ഉമ്മീദ് പോർട്ടലിലെ 31,328 വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. സംസ്ഥാന അധികാരികൾ നടത്തിയ വിശദമായ ഓഡിറ്റിനെ തുടർന്നാണ് ഈ സ്വത്തുക്കൾ നീക്കം ചെയ്തത്. ഇതിൽ വ്യാപകമായ പൊരുത്തക്കേടുകളും ഡോക്യുമെന്റേഷൻ പിശകുകളും കണ്ടെത്തി. റദ്ദാക്കലിന് കാരണമായ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്: പൊരുത്തപ്പെടാത്ത രേഖകൾ, വഖഫ് സമർപ്പണങ്ങളും ഔദ്യോഗിക സംസ്ഥാന റവന്യൂ രേഖകളും,
അതായത് ഖസ്ര, പ്ലോട്ട് നമ്പറുകൾ ഉൾപ്പെടെ തമ്മിലുള്ള കാര്യമായ പൊരുത്തക്കേടുകൾ, രേഖാപിശകുകൾ, പ്രഖ്യാപിത ഭൂപ്രദേശത്തിലെ വ്യതിയാനങ്ങൾ, ആരാധനാലയങ്ങൾക്കും ശ്മശാനങ്ങൾക്കും ഉള്ള തനി പകർപ്പ് എൻട്രികൾ, ശരിയായ പിന്തുണാരേഖകളുടെ അഭാവം. കണ്ടോ, ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 31,328 പ്രോപ്പർട്ടി ഉമ്മീദിൽ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ കേന്ദ്രത്തിനെ സംബന്ധിച്ചും ഈ സതീശനെ സംബന്ധിച്ചും ഈ സെക്രട്ടറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ വഖഫിൽ നിന്ന് അവർക്ക് കണ്ണായിട്ടുള്ള, അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രോപ്പർട്ടികൾ എടുത്ത് നീക്കം ചെയ്യാനും അത് ഗവൺമെന്റിന് അത് ഏറ്റെടുക്കാനും കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ പോയ ഗവൺമെന്റ് 8ന്റെ പണി തന്നിട്ട് പോയി എന്ന് സതീശൻ വെറുതെ ഒരു നേരം പോക്ക് പറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ റിപ്പോർട്ട് 31,328 പ്രോപ്പർട്ടി ഉത്തർപ്രദേശ് ഗവൺമെന്റ് നീക്കം ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ 31,328 പ്രോപ്പർട്ടി നീക്കം ചെയ്തതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാരണങ്ങൾ ഇതിനേക്കാളൊക്കെ മേജറായിട്ടുള്ള കാരണം എന്തെന്നാൽ ഇവർക്ക് കണ്ണുള്ള പ്രോപ്പർട്ടികളാണിത്. ഇതിനെ ഉമ്മദിൽ നിന്ന് മാറ്റി ഇതിനെ ഒരു യത്തീമാക്കി കഴിഞ്ഞാൽ, നാഥനില്ല വഖഫാക്കി കഴിഞ്ഞാൽ അതിനെ സർക്കാരിനെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഇതിൽ അധിക ഭൂരിഭാഗവും ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതേ സ്റ്റാറ്റിക്സ് തന്നെ സതീശന്റെ സെക്രട്ടറി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി രജുവിനെ കണ്ടുകൊണ്ട് ഇത് മാറ്റാൻ കഴിയും. ഉമ്മീദ് എന്ന പ്രോപ്പർട്ടി, ഉമ്മീദ് പോർട്ടലിൽ നിന്ന് 3 പ്രോപ്പർട്ടിയൊക്കെ വളരെ ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ കഴിയും. അതാണ് ഇനി വരാനിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എന്താണ് അതിന്റെ പേര്? വഖഫ് സംരക്ഷണ സമിതി. ഞാനൊരു കാര്യം പറയുകയാണ്. ഈ വഖഫ് സംരക്ഷണ സമിതിയിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നമ്മൾ എറണാകുളത്തെ ഒരു വലിയ മൈതാനത്ത് ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരെ ഇതിലേക്ക് ചേർക്കുന്നതിനൊക്കെ പ്രതിഷേധിക്കാനും നമ്മുടെ വഖഫ് നേരെ ചൊവ്വേ നടത്താനും മുസ്ലിങ്ങൾക്ക് കഴിയും, അത് വിവരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു സമ്മേളനം നടത്തി എന്ന് വിചാരിക്കുക. ആ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഖഫ് സംരക്ഷണ സമിതിയിലുള്ള ഒരുപാട് പണ്ഡിതന്മാർ അവിടെ ഇരിപ്പുണ്ട്. ആ പണ്ഡിതന്മാരുടെ ഇടയിലേക്ക് ഞാൻ വളരെയധികം കേണ് കരഞ്ഞ് അപേക്ഷിച്ചതിന്റെ കെയർ ഓഫിൽ ഒരു 5 or 10 മുജാഹിദീങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. സലഫി, മുജാഹിദ്, KNM, പിന്നെ വിസ്ഡം, ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ആ സ്റ്റേജിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ ഇരിക്കുന്ന ആ സുന്നികളൊക്കെ ഉടനെ തന്നെ അവിടെ താഴെ ഇറങ്ങി പോലീസിനെ കണ്ട കള്ളനെ പോലെ ഓടിമറയും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇറാനിലേക്ക് അമേരിക്ക അയക്കുന്ന സാരൂഖിന്റെ വേഗതയിൽ, അതായത് മിസൈലിന്റെ വേഗതയിൽ ഇവരൊക്കെ സ്റ്റേജിൽ നിന്ന് ഓടിപ്പോകും. എന്താ ഇവരൊക്കെ സ്റ്റേജിൽ നിന്ന് ഓടിപ്പോകാൻ കാരണം? നമ്പർ 1, ഒരു വാളൊറയിൽ 2 വാൾ ഒരേ സമയം കയറൂല. എവിടെ സുന്നി കയറുന്നുവോ അവിടെ മുജാഹിദ് കയറൂല, എവിടെ മുജാഹിദ് കയറുന്നുവോ അവിടെ സുന്നി കയറൂല. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇങ്ങനെ അവരെ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടാൻ പ്രേരിപ്പിക്കുന്നതിന്റെ വേറൊരു ഘടകം എന്തെന്നാൽ, മുജാഹിദീങ്ങൾ വന്നു കഴിഞ്ഞാൽ മുജാഹിദീങ്ങൾ അല്ലെങ്കിൽ സലഫികളെ സുന്നികൾ പറയുന്നത് പുത്തൻവാദികൾ എന്നാണ്. ഈ പുത്തൻവാദികൾക്ക് കൈ കൊടുത്താൽ, ഹസ്തദാനം ചെയ്താൽ, മസാഫ ചെയ്താൽ, ഷേക്ക് ഹാൻഡ് കൊടുത്താൽ ആ കൈ കഴുകണം. കാരണം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊണ്ടു നടക്കുന്നവരാണ് സുന്നികൾ. ഇത് ഞാൻ പറയുന്നതല്ല. സുന്നികളുടെ നേതാവ് റഈസുൽ ഉലമ, റഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാവ്, ഉലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതൻ, പണ്ഡിതന്മാരുടെ നേതാവായിട്ടുള്ള റഈസുൽ ഉലമ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു പണ്ഡിതന്റെ കൃത്യമായ ചുമതല നിർവഹിക്കുകയാണ് മഹാനായ റഈസുൽ ഉലമ. വിജയത്തിനോട് നല്ലോണം അറപ്പുമാണ്. വിജയത്തിൽ നിയമം കെട്ടാരത്താണ്. വിജയത്തിൽ നട്ടിട്ട് വിജയത്തെ കൈ പിടിച്ചാൽ കൈ കേൾക്കണം. അതൊരു വിഷമാണ്. വിഷം തൊട്ടാൽ നമ്മൾ തിന്നണേ കൈ കണ്ടേ എന്ന് പറഞ്ഞാൽ ഇവരെ തൊട്ടാൽ കൈ, അത് ഒരിക്കലും പാടില്ല. നമ്മളെ ഈമാന് വിഷം തൊട്ടാൽ മരിച്ചുള്ളൂ, ഇത് ചാവും. ഇത് വിജയത്തിന് തൊട്ടാൽ ആ വിഷം കൊണ്ട് ചത്തുപോകും, മരിക്കല്ല. അപ്പൊ അതുകൊണ്ട് വിജയത്തിനോട് നല്ല വെറുപ്പ് വേണം. ഒരു മുബത്തദിയിലേക്ക് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ, നാം മനസ്സറിഞ്ഞ് അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന്റെ ഈമാനിന്റെ പ്രഭ കെടുത്തി കളയും. ഇത് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് കണ്ട ഒരു പണ്ഡിതന്റെ നിഷ്കളങ്കമായ ധർമ്മമാണ് റഈസുൽ ഉലമ നിർവഹിക്കുന്നത്. കേട്ടല്ലോ. അപ്പോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മുജാഹിദ്, ജമാഅത്ത്, വിസ്ഡം, പിന്നെ KNM, ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർ കൈ കഴുകണം. കാരണം പറഞ്ഞിരിക്കുന്നത് ആരാണ്? കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് റഈസുൽ ഉലമയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ സ്റ്റേജിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള കാരണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മുസ്ലിങ്ങളുടെ അവസ്ഥ. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എവിടെയാണ് വിജയം?
നമുക്ക് വിജയം വേണോ? നമ്മൾ ഒന്നിക്കണം, ഒന്നിച്ചു നിൽക്കണം, അള്ളാഹുവിലേക്ക് തിരിച്ചു വരണം, അള്ളാഹുവിന്റെ കിതാബിലേക്ക് തിരിച്ചു വരണം, പ്രവാചകനിലേക്ക് തിരിച്ചു വരണം. വഹ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ ഖുർആൻ ഒരുമിച്ച് പിടിക്കൂ. തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വിജയമുണ്ട്. ഇല്ലേ, ഈ പ്രോപ്പർട്ടി എല്ലാം കൊണ്ടുപോകും. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയും ഈ സർക്കാരിനോടും അതേപോലെ തന്നെ വഖഫോടും പറഞ്ഞു കൊടുക്കാം. 2 അമുസ്ലിങ്ങളെ എടുക്കുന്നതിന് പകരം AP ഒരാള്, EKയിൽ നിന്നൊരാള്, വിസ്ഡത്തിൽ നിന്നൊരാള്, KNMൽ നിന്നൊരാള്, പിന്നെ ജമാഅത്ത് തബ്ലീഗിൽ നിന്നൊരാള്, ജമാഅത്തിൽ ഇസ്ലാമിയിൽ നിന്നൊരാള്, അപ്പൊ 7 ആയി. പിന്നെ 2 പേരെ നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമുക്ക് മതേതരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വഖഫ് ബോർഡ് ഉണ്ടാവണം. അപ്പോൾ പിന്നെ സമാധാനമായി. വേറെ ആരും ഇനി ഒന്നും കൂടുതലൊന്നും പറയാനുണ്ടാവുകയൊന്നുമില്ല. ഒരു AP, ഒരു EK, ഒരു മുജാഹിദ്, ഒരു വിസ്ഡം, ഒരു KNM, പിന്നെ 2 ഗുരുവായൂർ ദേവസ്വം ബോർഡിലുള്ള 2 പേര്, പിന്നെ ഒരു ഷിയ എന്ന് പറഞ്ഞ ഓരോന്നിൽ നിന്നും ഓരോരുത്തരും എടുത്ത് ഒരു 10-13 പേരുള്ള ഒരു വഖഫ് ബോർഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മതേതരത്വം തുളുമ്പുന്ന ഒരു സംഘടന നമുക്കുണ്ടാക്കിക്കൂടെ? അതല്ല കുറച്ചും കൂടി നല്ലത്. ചിന്തിക്കൂ ജനങ്ങളെ, ചിന്തിക്കൂ. യൗമൽ ഖിയാമത്തിൽ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ ഭിന്നകക്ഷികളായി വിഭജിച്ചുകൊണ്ട് ഒരാൾ മറ്റുള്ളവർക്കെതിരെ ചെളിവാരി പറയുന്ന ഈ സിദ്ധാന്തം മൂലം നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ ഈ സ്വത്ത് നഷ്ടപ്പെടുത്തിയതിന് അതിന് കോടതിയോ സുപ്രീം കോടതിയോ സതീശനോ അല്ലെങ്കിൽ മോദിയോ റിജുവോ ഇതൊന്നുമല്ല ഇതിനുള്ള കാരണക്കാർ 100% മുസ്ലിങ്ങളാണ്. അവരുടെ വിഭാഗീയതയാണ്. അള്ളാഹ് അവർക്ക് മേലെ തലക്ക് മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ശിക്ഷയാണ്. ആ ശിക്ഷയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങുക. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.